എല്ലാവർക്കും ഒരു ഹായ് പോ. ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിന്റെ എപ്പിസോഡ് 187. എപ്പിസോഡിന്റെ ആദ്യം തന്നെ സിക്സ്ത് ടൈം മാസ്റ്ററിനെ സൈഡാക്കി ലാസ്റ്റ് അറ്റാക്ക് തടഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി ചീഫ് വന്നിരുന്ന് ട്രാഷ് ആയവരാണല്ലോ, അവൻ ഇവിടെ വരുമെന്ന് കരുതിയില്ല. ഇപ്പോൾ കാണിച്ചു തരടാ എന്ന് പറഞ്ഞ് ഗോയു നേരെ ചെന്നു എന്ന അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുകയാണ് ചെയ്ത്. സോൾ ഹാളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഏൽപ്പിച്ച് അതുപോലെ നോക്കാൻ പറ്റാത്ത നീ ഇനി വേണ്ട എന്ന് പറഞ്ഞ് അടിച്ച് തെറിപ്പിച്ചോളൂ. ഹെവൻലി മാൻഷൻ അലയൻസ് ഇവിടെ വന്ന് സോൾ ഹാളിനെ തന്നെ ഡിസ്ട്രോയ് ആകുമെന്ന് കരുതിയില്ല. അവർക്ക് ഡൗട്ട് സിയാൻ സീഡ് ചെയ്തത് ഇവ എങ്ങനെ വന്നു എന്നതാണ്. ശിവനോട് നീ മറന്നോ, നിന്റെ അച്ഛൻ നമ്മുടെ കയ്യിലാണെന്ന് അത് കേട്ട് അവന് ദേഷ്യം വന്നു. അവനോട് എതിർത്ത് സംസാരിക്കുക മാസ്റ്റർ തടയുകയാണ്. ശിവനപ്പോൾ ട്യൂഷ്യൻസിന്റെ ജീട് എൻ്റെ കയ്യിലാണ്, അവൻ വല്ലതും പറ്റിയ അതിന് ഞാൻ തിരിച്ചു നടക്കുന്നത് ഇത് ഗൂഗിൾ എൻ്റെ കയ്യിൽ കൊടുക്കുന്നതാകും. അതിന് ഡെപ്യൂട്ടി ചീഫ് ആകട്ടെ അതിൻ്റെ ആവശ്യമില്ല, നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ട് ഹോൺക്ലാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവനവൻ്റെ പവർ അതെടുക്കുകയാണ്. അവൻ ടൗസൈഡ് 3 സ്റ്റാറാണ്. അവനെ സൂക്ഷിക്കുക. അവൻ പിന്നെ അവൻ്റെ ഉള്ള ചെയിൻ പോലുള്ളത് വെച്ച് പെട്ടെന്നൊരു അറ്റാക്ക് അത് ജസ്റ്റിന് അവിടുന്ന് മാറിപ്പോവുകയാണ് ചെയ്ത്. ഷിയോയെ റൂളർ എടുത്ത് വരുന്നത് തടഞ്ഞിട്ട് നേരെ അറ്റാക്കിനായിട്ട് വരുന്നു. എന്നാൽ അത് അവ സിമ്പിളായിട്ട് തടഞ്ഞു. അതേസമയം മാസ്റ്റർ വന്ന് എന്നിട്ട് മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരേ ടൈം രണ്ടുപേരെ സിമ്പിളായിട്ടാണ് ഡെപ്യൂട്ടി ചീഫ് അറ്റാക്ക് ചെയ്യുന്നത്. അതിന് കാരണം ഒരു ലെവൽ കൂടുതലായതുകൊണ്ട് ഷിയോയിനെ കണ്ടിട്ട് ഹെവൻലി ഫ്ലേ കൂടി പോയിച്ച് അതിനെ ബ്രേക്കാക്കി ഗോയിനോട് നിനക്കിനെ ഒരു ചാൻസ് കൊടുത്തരാം, യാവച്ചനെ പിടിക്കും ഓക്കെ എന്ന് പറഞ്ഞ് നേരെ വരുന്നു. അവരുടെ ഫൈറ്റ് അവിടെ നടക്കുകയാണ്. പിന്നെ ഡെപ്യൂട്ടി ചീഫ് ഷിയോനെ മാത്രമായിട്ടാണ് ടാർഗറ്റ് ചെയ്താൽ മതിയല്ലോ, അങ്ങനെ തന്നെ പോകുന്നു. ഷിയോ റൂളർ എന്ന വെപ്പൺ എടുത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവനാകട്ടെ യാതൊരു വെപ്പണും ഇല്ലാതെ സ്വന്തം സ്കില്ല് മാത്രം ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ അവൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന പെയ്ത് പോയി കുറച്ചു നേരം ആ വരുന്ന അറ്റാക്ക് പ്രതിരോധിക്കാനായിട്ട് നോക്കുന്ന ഷിയോയിൻ അടിയിൽ നിന്ന് സൈഡിൽ നിന്നും എല്ലാം ആ സോൾ ചെയ്യാൻ വരുന്നത് കൂട്ടിയാകുമ്പോൾ പാടുപെടുകയാണ്. ഡെപ്യൂട്ടി ചീഫ് അപ്പോഴും കൂളായിട്ട് നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവൻ പ്രതിരോധിക്കാനല്ലാതെ അറ്റാക്ക് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നില്ല. കുറേ നേരം നോക്കി അവസാനം ഒരവസരം നോക്കിയിട്ട് വന്നു. എന്നാൽ അതുപോലും തിരിഞ്ഞു നോക്കാതെയാണ് തടയുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. ആ സോൾ ചെയിൻ എല്ലാം കൂടി ചേർന്ന് ഒരു ബോൾ പോലെ അതിനുള്ളിലേക്ക് അത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടാണ് പറ്റുന്നില്ല. ആൾമോസ്റ്റ് അവനെ പിടിച്ചു വന്ന് ഡെപ്യൂട്ടി ചീഫിനെ മനസ്സിലായിട്ട് ചിരിക്കണം. ശിവനെ കാണുന്നുണ്ട്. അവൻ ഹെവൻലി ഫ്ലെയിം അത് ചേർത്ത് നേരെ ചെന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, അതിൽ പോലും കാര്യം ഉണ്ടായില്ല. അപ്പൊ തന്നെ ആ ബൗൾ പോലെ ഉള്ളത് അത് ചെറുതാക്കി അതിനുള്ളിൽ അവന് പറ്റാത്ത അവസാനം ആ സോൾ ചെയിൻ വെച്ചതിനെ ഒന്നും പറ്റാത്ത രീതിയിൽ അവനെ ആക്കി മാറ്റി ലോക്ക് ചെയ്യുകയാണ്. അവൻ ആ ഹെവൻലി ഫ്ലെയിം വെച്ച് പോലും നോക്കിയിട്ട് പറ്റിയില്ല അത് ബ്രേക്കാക്കാൻ എന്നത് ഓർക്കണം. അവനെ നേരെ വന്നിട്ട് നീ എന്ത് തന്നെ ചെയ്താലും കാര്യമില്ല എന്ന പോലെ വന്ന് നിൽക്കണം ഡെപ്യൂട്ടി ചീഫ്. ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്റർ കുയുവിനെ അടിച്ചിട്ടിട്ട് നേരെ വന്ന അപ്പോൾ പോലും നടന്നില്ല. മാസ്റ്ററിനെ അടിച്ചിട്ട് ലോക്കാക്കി എന്തിനാ വെപ്രാളം, ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ സോൾ ചെയിൻ അവർക്ക് നേരെ വയ്ക്കുന്നു. അപ്പോൾ ഉണ്ട് ആ സ്പേസും ബ്രേക്കാക്കിയിട്ട് ഒരുത്ത് വരികയാണ്. അവളുടെ ആള് ചെറുതാണെങ്കിൽ അവളുടെ കൈ ചെറുതായിരുന്നില്ല. ഒറ്റയടിയിൽ അവ ത്രിലോകം കണ്ടു. അവരതിൻ്റെ പിടിയിൽ നിന്ന് മാറുകയും ചെയ്തു. കോയിൻ കണ്ടിട്ട് അവനിപ്പോൾ എന്താ നടന്നെന്ന പോലെ ഏൻഷ്യൻ്റ് പോയി ഡ്രാഗൺ മാസ്റ്ററോ നിങ്ങൾ സോൾ ഹാളിൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്ന് റെസ്പെക്റ്റോടെ. എങ്ങനെ റെസ്പെക്റ്റോടെയാണ് സംസാരിക്കുന്നത്? നീ ഇങ്ങനെടാ എന്ത് സ്പേസ് സീല് അത് ബ്രേക്ക് ചെയ്തു വന്നേ, പിന്നെ സോൾ ഹാളോ ചെയ്യാൻ പറഞ്ഞിരുന്നു, അതത്ര ഗ്രേറ്റ് ആണോ എന്ന് പറഞ്ഞാണ് അടുത്ത അടി വാങ്ങി ഓടിപ്പോകാൻ നോക്കുന്ന ഡെപ്യൂട്ടി ചീഫ് എന്തോ കാരണത്തല്ല എന്നോട് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നില്ല എന്നത് അറിയില്ല. മാസ്റ്റർ എന്നെ കൂടി കൊണ്ടുപോകും, അയാളെ രക്ഷിച്ചു എന്നാൽ അത് അവന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ചെയ്യാൻ വന്നതും ഇട്ടുകൊടുത്തു. അതോടെ അയാള് പടമായി. അടുത്തത് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അവനെ കാണാനില്ല, എവിടെ പോയെന്ന് അറിയാനും വയ്യ. പോയോ നല്ല എൻജോയ് ചെയ്ത് വരികയായിരുന്നു. ശിവനപ്പോൾ ഈ നടന്നത് അവർ ഉടനെ അറിയും. ഹെവൻലി മാൻഷന് ഉടനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ കാര്യം കൊണ്ട് തന്നെ നമ്മൾ ആമയെ പോലെ ഒളിഞ്ഞിരിക്കില്ല എന്നത് അവർക്ക് മനസ്സിലായി കാണും എന്ന് ശിവൻ അവിടെ സൈഡായി രണ്ടുപേരെ കാണിക്കുന്നുണ്ട്. ഈ സ്ഥലം ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു സ്ട്രേഞ്ചായ അറ്റ്മോസ്ഫിയർ അവനെ പിടിച്ചു വെച്ചേക്കുന്ന പോലെ സോൾസ് കുറച്ച് മലയാളമൊക്കെ ആവാം. അവിടെയുള്ള സോൾ ഹാൾ പിടിച്ചു വെച്ചേക്കുന്ന ആത്മാക്കള് അവർ ഒരുപാട് അനുഭവിച്ചത് അതിന്റെ വേദനയിൽ വിളിക്കുകയാണ്. ശിവന് കണ്ടിട്ട് ദേഷ്യമായിട്ട് അവന്റെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നു. അവർക്ക് മോക്ഷം കൊടുക്കുകയാണ്. അവരുടെ നിലവിളികൾ അവന് താങ്ങാൻ കഴിഞ്ഞില്ല. പയ്യെ അവർക്ക് മോക്ഷം കിട്ടാൻ തുടങ്ങി. അവനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആഫ്റ്റർ ലൈഫിലേക്ക് പോവുകയാണ്. ഇനി പോകാം എന്ന് പറഞ്ഞ് പോകെ പെട്ടെന്ന് എന്തു പറ്റുന്നു അവനെ പിടിച്ചു നിർത്തുന്ന പോലെ വിസ്പറായിട്ട് അവനോട് പോകല്ലേ എന്ന് പറയുന്ന ആത്മാക്കള് ഈ പൂളിനടിയിൽ എന്തോടില്ല നോക്കിയിട്ട് ഒരേ എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് പോകുന്നു. ആ ഡീപ്പായിട്ട് പോകെ നീല നിറത്തിൽ എന്തോന്നു ഒരു വസ്തു അതിനടുത്തെത്തുമ്പോഴാണ് അതൊരു വലിയ
ആയിട്ട് എന്തോന്നു അതിന്റെ ഓറയിൽ പോലും ആത്മാക്കളുടെ ഫീൽ അവന് കിട്ടുന്നുണ്ടായിരുന്നു. അവരെന്താന്ന് അറിയാനായിട്ട് സ്പിരിച്വൽ പവർ വെച്ച് നോക്കുമ്പോഴാണ് അവന് ഷോക്കാവുന്ന കാര്യം. അവന്റെ മുൻപിൽ മില്യൺ കണക്കിന് ആത്മാക്കൾ അവനോട് എന്നെ രക്ഷിക്ക്, ഒരുപാട് വേദനിക്കുന്നു എന്ന് മോക്ഷം കിട്ടാതെ പല ഡസൻ വർഷങ്ങളായിട്ട് അവിടെ അനുഭവിക്കുന്ന ആത്മാക്കൾ ഉണ്ടായിരുന്നു. അവനൊന്ന് റിയാക്ട് പോലും ചെയ്യാൻ പറ്റാതെ മാസ്റ്റർ അപ്പോൾ തന്നെ അവനൊന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. മാസ്റ്റർ എന്താണത് എന്ന് പറയേ അവളാണ് സത്യം പറയുന്ന സത്യം പറഞ്ഞ ഇതാണ് ഈ യൂണിവേഴ്സിലെ പ്യൂറസ്റ്റ് സ്ട്രേഞ്ച് എനർജി. എന്നാൽ ഇത് കൂടുതൽ സോൾഹാൾ കൊന്നിട്ടോ ഗാദേഡ് ചെയ്ത ആത്മാക്കളാണ്. അതായത് സോൾഹാൾ പിടിച്ചു കൊണ്ടുവന്ന ആത്മാക്കളാണ്. നിന്റെ സോൾ പവർ വളരെ പവർഫുൾ ആണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഇമോഷൻസ് പോലും നിനക്ക് സെൻസ് ചെയ്യാൻ പറ്റിയ ഒരു സോഴ്സ് ആകണം. എനിക്ക് മില്യൺ കണക്കിന് സോൾസ് വേണം. അത് കേട്ട് അവൻ ഷോക്കായി. അപ്പോൾ അത്രത്തോളം സോൾസ് അതിനുള്ളിൽ ഉണ്ടെന്ന് അവന് ഫീൽ ചെയ്യാൻ പറ്റി. സോൾഹാൾ എന്താണ് ചെയ്തതെന്ന് സാധാരണ ഇങ്ങനെ ഒന്നും ലോകത്തുണ്ടായില്ല. കാരണം അത്രത്തോളം സോൾസ് ചേർന്നതാണല്ലോ. നിനക്കെന്നാ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ അതാണ് നിന്റെ ഫേറ്റ്, അതായത് വിധി. ഇത് നീ എടുക്കണം. അവൻ മറ്റൊന്നും നോക്കിയില്ല. അവൻ മുഴുവൻ സോൾ പവർ ഉപയോഗിച്ച് അവിടെ ഉള്ളത് എല്ലാവരെയും പ്യൂരിഫൈ ചെയ്യണം. അതായത് അവർക്ക് മോക്ഷം കൊടുക്കണം. അവർ എല്ലാവരും അവരെ ഫ്രീ ആക്കിയതിനെ നന്ദി പറയുന്നുണ്ട്. ആഫ്റ്റർ ലൈഫിലേക്ക് പോവുകയാണ്. അങ്ങനെ മോസ്റ്റ് റെയറസ്റ്റ് ഹെവൻ ലിറ്ററേച്ചറായ സോഴ്സ് അവന് കിട്ടുകയാണ്. അവർ പോവാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന അവിടെയായിട്ട് ഡെപ്യൂട്ടി ചീഫ് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവന്റെ നെഞ്ചത്ത് അടി കിട്ടിയ പോലെ ആയിരുന്നു. സോൾഹാൾ 100-200 വർഷമായിട്ട് ചേർത്ത് വെച്ച സോൾസ് ആണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായത്, അവൻ കൊണ്ടുപോയത്. തിരിച്ചവർ ഫാളിംഗ് സ്റ്റാർ പൗലിയിലെത്തി. ഫസ്റ്റ് വിക്ടറി അതവർക്ക് ഒരു ആശ്വാസം തന്നെയായിരുന്നു. ഇതാണ് തുടക്കം എന്നൊക്കെ സംസാരിച്ചു. അവനപ്പോൾ പ്യൂരിഫൈ ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം 2 മാസമാകുമ്പോൾ ഹാപ്പിയറാകും. ഷിയോനോട് നിനക്ക് കിട്ടിയ സോഴ്സ് അത് അബ്സോർവ് ചെയ്യുന്ന മാസ്റ്റർ അവനുമൊക്കെ ഒരു ഫ്രീ ആയ പ്ലേസ് പോയിട്ട് അവൻ കൾട്ടിവേഷൻ ചെയ്യുന്നു. അങ്ങനെ 2 മാസം കടന്നുപോയി. അവനത് പൂർണ്ണമായിട്ട് കൾട്ടിവേഷൻ ചെയ്തെടുത്തു. അതിൻ്റെ സോൾ വേവ് പോലെ ടെറിഫിയായിരുന്നു. അവനവൻ്റെ സോൾ പവർ ഹെവൻ ലെവലിൽ എത്തിയിരുന്നു. അവനത് ഫീൽ ചെയ്യാൻ കഴിയുന്നു. അവനവൻ്റെ സോൾ പവർ യൂസ് ചെയ്ത് ആ യൂണിവേഴ്സിൻ്റെ ഏതൊരു ഭാഗത്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഏതൊന്നിൻ്റെയും സോഴ്സ് അതവന് ഫീൽ ചെയ്യാൻ കാണാൻ പറ്റുന്നു. അങ്ങനെ അവൻ കാണെ പെട്ടെന്ന് ഒരു സ്ഥലം അവിടെ ആയിട്ട് ആ ഹെവൻലി ഫ്ലെയിമിൻ്റെ പ്രസൻസ് അവന് മനസ്സിലായി. ഡീമോണിക് ഫ്ലെയിം ഇവിടെയാണെന്ന്. എന്നാൽ പെട്ടെന്നാണ് അവന് നേരെ ഒരു സ്പിരിച്വൽ അറ്റാക്ക് വരുന്നത്. ഷിയുവൻ ആ സോഴ്സ് എടുത്തത് നീയാണല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇവിടെ വരെ വരാൻ പറ്റിയത്. അവനും അത് സോൾഹാളിൻ്റെ തന്നെ ചീഫാണ് എന്നത് മനസ്സിലായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അതിനേക്കാൾ സ്പിരിച്വൽ പവർ കൂടിയ മറ്റൊരാൾ ബ്രേക്ക് ആക്കിയിട്ട് അവരെ രക്ഷപ്പെടുന്നേ. ഹുൻമിഷ, നിന്റെ കഴിവ് കാണിക്കേണ്ടത് ഇങ്ങനെ ഒരു യങ് ജനറേഷൻ്റെ മുൻപിലല്ല. അതൊരു കൊച്ചു പയ്യൻ്റെ സൗണ്ടായിരുന്നു. എന്നാൽ തിരിച്ചു പറയുന്നതാകട്ടെ, ഓൾഡ് മാൻ, നീയും പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിം ടാർഗറ്റ് ചെയ്യുന്നില്ലേ, അതിന് ആള് നിനക്ക് തരില്ല എന്ന് തിരിച്ച് ശിവനോട് ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വരുത്തി. അവന് എന്താ നടന്നതുപോലെ മനസ്സിലാക്കാൻ ടൈം എടുത്തിരുന്നു. ആരാണവർ? അതിനുശേഷം ഒരു ക്ലിപ്പ് എന്ന പോലെ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു കൊച്ചു പയ്യൻ. ആ പയ്യൻ ഷിയോയൻ സോൾഹാൾ ചീഫായ ഹുൻമിഷങ്ങിനേക്കാളും സോൾ പവർ ഉണ്ട് എങ്കിൽ അതൊരു ആൽക്കമിസ്റ്റ് ആകുമല്ലോ. അങ്ങനെ ഈ ആൽക്കമിസ്റ്റ് ആരായിരിക്കും? പിലിസ്പ നിന്ന് ലോക ചുറ്റാൻ പോയി എന്ന് പറഞ്ഞ് ആൻസിസ്റ്റർ ആകണം. ഈ എപ്പിസോഡ് കുറച്ച് മാറ്റം വരുത്തിയാണ് ഇട്ടേക്കുന്നത്. വെറൈറ്റി പഠിക്കാനായിട്ട് നോക്കി സംസാരത്തിന്റെ ശൈലി ലെന്ത് കൂട്ടിയൊന്നുമില്ലെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ വേണോ അതോ മുൻപത്തെ പോലെ മതിയോ അതോ ഇനി ഇമ്പ്രൂവ് ആക്കണം എന്നാണ് പറയണേ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്നാൽ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.